ഈശോംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ബസിലിക്കയിൽ നിന്ന് പിശാചനെ പുറത്താക്കി. ഒരു മാസത്തോളമായി ഞങ്ങൾ നടത്തി വന്നിരുന്ന ആത്മീയ സമരം ഗംഭീരമായി വിജയിച്ചു. ഞാൻ ഇത്രയും പറയുമ്പോൾ കുറച്ച് പേര് ഈ കമൻ്റ് ഇടാൻ വരും, അയ്യോ നിങ്ങളുടെ സമരം കൊണ്ടാണോ ആ മണവാളനച്ഛനെ പുറത്താക്കിയത്? അത് ഞങ്ങളുടെ മെത്രാൻ പൊതു സ്ഥലം മാറ്റത്തിൻ്റെ സമയത്ത് കൊടുത്തൊരു സ്ഥലം മാറ്റമല്ലേ എന്ന് അവർ ഇങ്ങനെ കമൻ്റ് ഇടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സൂക്ഷ്മമായി വായിച്ചാൽ നിങ്ങൾ പറയുന്നതല്ല ശരി, ഞാൻ പറയുന്നതാണ് ശരി. സഭാ കോടതി മണവാളനെ ഇറക്കി വിടാൻ കൽപ്പനയിട്ടിരുന്നു, ഉത്തരവിട്ടിരുന്നു. ഗ്രോസ് വയലേഷൻ ഓഫ് കാനൻ ലോ, കാനൻ നിയമത്തിൻ്റെ ഗൗരവമായ ലംഘനം, പിന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി അലക്ഷ്യം, ഇങ്ങനെ ഗൗരവമായ കുറ്റങ്ങളൊക്കെയാണ് പാമ്പ്ലാനി പിതാവിനും തട്ടിൽ പിതാവിനുമെതിരെ സഭാ കോടതി വിധിച്ചത്. എന്നിട്ടും പോലീസിനും രാഷ്ട്രീയമൊക്കെ കാശും കൊടുത്തും അല്ലാതെയൊക്കെ സ്വാധീനിച്ച് തെറ്റ് ചെയ്തു, പണം കട്ടെടുക്കുന്നു എന്ന് കോടതി വിധി കൽപ്പിച്ച ഒരാളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. അത് നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം, പോലീസിന്റെ സ്വാധീനം, പണത്തിന്റെ ബലം. പക്ഷെ അതാണോ ദൈവത്തിന് മുമ്പിലുള്ള വിജയം? ഇങ്ങനെയൊക്കെ രാഷ്ട്രീയമായിട്ടും പോലീസിനൊക്കെ ഉപയോഗിച്ചു പണം വാരിയെറിഞ്ഞപ്പോഴൊക്കെ ഈ സമരരംഗത്തുള്ള ആളുകൾ നമുക്ക് 12-ാം തീയതി സമരം അവസാനിപ്പിച്ചാലോ എന്നൊരു ചിന്ത വന്നു. പിന്നെ അത് 22-ാം തീയതി ആക്കിയാലോ? ഇതൊക്കെ കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോഴും വിചാരിച്ചു അല്ല, ഇറക്കി വിടാതെ നമ്മൾ പോകണ്ട. വലിയ കാറ്റും മഴയുള്ള ദിവസം, ഒരു ദിവസം 9 പേര് സമരത്തിനുണ്ടായിരുന്നല്ലോ. അപ്പോഴും സംശയമായി നമ്മൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകണോ? അപ്പോഴും എല്ലാവരും പറഞ്ഞു, വരാൻ പറ്റുന്നവരും പറ്റാത്തവരൊക്കെ പറഞ്ഞു, നമ്മൾ അദ്ദേഹം ഇറങ്ങുന്നത് വരെയാണ് നമ്മുടെ സമരം. അങ്ങനെ അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലും, കരുണക്കൊന്ത ചൊല്ലും, സന്ദേശങ്ങൾ നൽകിയും നമ്മളൊരു ആത്മീയ പോരാട്ടം നടത്തുകയായിരുന്നു. അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് വരെ. ആ സ്ഥലം, ഒരു സ്ഥലം മാറ്റ ഉത്തരവിന് അദ്ദേഹത്തെ ഇറക്കി വിടുന്നത്, അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അതാണ് കാനോൻ നിയമത്തിന്റെ ഗൗരവമായ ലംഘനമെന്ന് കോടതി വിധിച്ചത്. ആ വിധി വന്നതിന് ശേഷം പൊതുവായ സ്ഥലം മാറ്റത്തിൽ അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ്. ഇത് അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ, മണവാളനും പാമ്പ്ലാനിയും തമ്മിൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഗ്രോസ് വയലേഷൻ ഓഫ് കാനൻ ലോ. എന്നിട്ട് അങ്ങനെ കോടതി വിധി വന്നതിന് ശേഷം ഒരു പൊതു സ്ഥലമാറ്റത്തിൽ മണവാളനെ മാറ്റി. അപ്പോൾ കാനൻ ലോയെ ഒന്നുകൂടി ലംഘിച്ചു. അത് ബന്ധപ്പെട്ട ന്യായാധിപനും കൂടെയുള്ള ജഡ്ജിമാരും റോമിനെ അറിയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ നോക്കുക, എത്രമാത്രം തിന്മയെ സംരക്ഷിക്കുകയാണ്, തിന്മയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്തുകയാണ് പാമ്പ്ലാനി പിതാവ്. മണവാളൻ പണം കട്ടെടുക്കുന്നു, ദുരുപയോഗം ചെയ്യുന്നു, പദവി ദുരുപയോഗം ചെയ്യുന്നു. പാമ്പ്ലാനി പിതാവും പദവിയും ഉദ്യോഗവും ദുരുപയോഗം ചെയ്യുന്നതെല്ലാം കോടതി വിധി വന്നിട്ടും അത് കൂട്ടാക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന അഹങ്കാരത്തിലും ധാർഷ്ട്യത്തിലും തിന്മയുടെ കൂട്ടുനിൽക്കല്ല, തിന്മയെ സംരക്ഷിക്കുന്നു, അധാർമികതയെ സംരക്ഷിക്കുന്നു, പണം കട്ടെടുക്കുന്നതിനെ ന്യായീകരിക്കുന്നു, കൂതാശ വിലക്കുള്ളവരെ സംരക്ഷിക്കുന്നു, വൈദികനെ ആക്രമിച്ച വൈദികനെ സംരക്ഷിക്കുന്നു, അരമന കയ്യേറിയവരെ സംരക്ഷിക്കുന്നു. ഇത്രമാത്രം അധാർമികത ചെയ്യുന്ന ഒരാള്, ആ ആൾക്കെതിരെയായിരുന്നു നമ്മുടെ ആത്മീയ സമരം. ആ ആൾക്കെതിരെയാണ്, മണവാളനെതിരെയും പാമ്പ്ലാനിക്കെതിരെയുമായിരുന്നു നമ്മുടെ സമരം. അതുകൊണ്ട് പൊതുസ്ഥലം മാറ്റത്തിലാണ് മണവാളൻ ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. അവരുടെ അധാർമികത കൂടുകയാണ്. ധാർമ്മികതയെക്കുറിച്ച് ബോധമില്ലാത്തവർക്ക് ഞാൻ പറയുന്നത് ശരിയാവില്ല. അതല്ല, ഒരു അല്പമെങ്കിലും ധാർമ്മികത, മൊറാലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എത്തിക്സ് മൊറാലിറ്റി ഒക്കെ, അത് അല്പമെങ്കിലും അല്ലെങ്കിൽ ഒരു അല്പം മനസാക്ഷിയെങ്കിലും ഉള്ളവർക്ക് ഞാൻ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാകും. പിന്നെ ഞങ്ങളുടെ ആത്മീയ സമരത്തിന്റെ ഭാഗമാണിതെന്ന് പറഞ്ഞത്, അതിന് പറഞ്ഞല്ലോ, ഇങ്ങനെ തിന്മയെ സംരക്ഷിക്കാൻ, തിന്മ ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ, അധാർമികത ചെയ്യുന്നവരെ, പണം കെട്ടെടുക്കുന്നവരെ സംരക്ഷിക്കാൻ ഒരു ഉന്നതന് തോന്നുന്നെങ്കിൽ അതിന്റെ കാരണം എന്താണ്? മനസാക്ഷിയുള്ളത് ചെയ്യോ? ഇല്ല. അപ്പൊ ക്രൈസ്തവ ചിന്തയനുസരിച്ച് എന്താണ്? ക്രൈസ്തവ ചിന്തയനുസരിച്ച് അവര് ദുർബോധങ്ങൾ ആവേശിച്ചിരിക്കുക, പിശാച് ആവേശിച്ചിരിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയും. അത് അവർക്ക് ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവവിശ്വാസികൾ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം പിശാചിന് അടിമയായി എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പിശാചുക്കളെ പുറത്താക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വഴി എന്താണ്? പ്രാർത്ഥനയും ഉപവാസവുമാണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയും ഉപവാസവും തപസ്സും, ജപമാല, കരുണക്കൊന്തം, പുരുഷന്റെ വഴി, ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവിടെ വരാൻ പറ്റാത്ത ഒരുപാട് പേര് ആ പ്രാർത്ഥനയിൽ സപ്പോർട്ട് അറിയിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ലോകം മുഴുവൻ
ഈ സമരത്തിന് 1 മാസത്തോളം സമരത്തിരുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. എന്തുമാത്രം ആക്ഷേപങ്ങളാണ് അതിനെക്കുറിച്ച് പറഞ്ഞ് ചില തള്ളകൾ വന്നിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് എന്തുമാത്രം അധിക്ഷേപിച്ചു. എന്നിട്ട് ഞങ്ങൾ പിന്മാറിയില്ലേ? എന്താ കാര്യം? കർത്താവിൻ്റെ സമരമാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരം പിശാചുക്കളെ പുറത്താക്കാൻ പ്രാർത്ഥനയും ഉപവാസം കൊണ്ടേ കഴിയുമെന്ന് ഞങ്ങൾ കർത്താവ് വിശ്വസിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചും ഉപവസിച്ചുമാണ് ഈ ബസിലിക്കലെ പിശാച് ഇറങ്ങിപ്പോയത്. പക്ഷെ തീർന്നിട്ടില്ല. കർത്താവ് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കർത്താവ് വിശ്വസിക്കുക, ഒരു പിശാച്, ഒരു ദുർഭൂതം ഒരാളെ വിട്ട് പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് അവനിങ്ങനെ അലഞ്ഞു നടന്നിട്ട് തന്നേക്കാൾ വിഷം കൂടിയ 7 പിശാചുക്കളെ കൊണ്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവ്. അതൊരു മുന്നറിയിപ്പാണ്. ഇപ്പോൾ ഒരു പിശാച് ഇറങ്ങിപ്പോയി ബസിലിക്കയിൽ നിന്ന്. അവിടുന്ന് ഇനി ഇതിനേക്കാൾ വിഷം കൂടുതലുള്ള 7 പിശാചുക്കളുമായിട്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ബസിലിക്കയിൽ പൊതുവായിട്ട് ചാർജ് എടുക്കാൻ വന്ന ആളുകൾ വികാരിയെയൊക്കെ കണ്ട് പറഞ്ഞത്, അതായത് ഇവിടെ ഏകീകൃത കുർബാന മതി, സഭയുടെ കുർബാന മതി. മറിച്ചായാൽ ഞങ്ങളുടെ ഈ ആത്മീയ പോരാട്ടം തുടരും. അതുകൊണ്ട് വിഭാഗീയത ഉണ്ടാക്കാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ സഭയുടെ കൂടെ നിന്ന്, മാർപ്പാപ്പയുടെ കൂടെ നിന്ന് സഭയുടെ കുർബാന ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഇന്നലെ ചാർജ് എടുക്കാൻ വന്ന ആളോട് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. 7 പിശാചുക്കളല്ല, അതിന് 700 പിശാചുക്കളെ കൂട്ടി വന്നാലും കർത്താവിൻ്റെ സമരമാണ് വിജയിക്കുള്ളൂ. കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവർ വിജയിക്കും. പ്രത്യക്ഷത്തിൽ ഞങ്ങൾ തോറ്റ് തുന്നമ്പാടി കുരിശിന് മരിച്ച് ഇല്ലേ, ഒരു മുക്കാഭാഗം നഗ്നനായി കുത്തിത്തുളയ്ക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട്, ആക്ഷേപിക്കപ്പെട്ട്, ഫിസിക്കലായിട്ട് മർദ്ദിക്കപ്പെട്ട്, മാനസികമായിട്ട് ഒരുപാട് വേദനിച്ച് അങ്ങനെയൊക്കെയാണ് കർത്താവ് മരിച്ചത്. പക്ഷേ അത് അറിയാലോ, അതാണ് പിതാവായ ദൈവത്തിന് മുമ്പിൽ മനുഷ്യവംശത്തിൻ്റെ, പുതിയ മനുഷ്യവംശത്തിൻ്റെ ഏക ബലി. പുതിയ മനുഷ്യവംശത്തിൻ്റെ ഏക ബലി എന്ന് പറയുന്നത് അതാണ്, ആ കുരിശുമരണമാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ എന്താ പറയുന്നത്? അവൻ ദൈവമായിരിക്കെ ദൈവമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ടത്, അല്ലെങ്കിൽ ചൂഷണം ചെയ്യേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി, മനുഷ്യനായി, ആകൃതിയിൽ മനുഷ്യനായി, ദാസനായി, മരണത്തോളം അനുസരിച്ചു, കുരിശുമരണത്തോളം അനുസരിച്ചു, അങ്ങനെ തന്നെ താഴ്ത്തി. അതിനാൽ അവൻ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കുപരിയായി നാമം നൽകി. അവൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർലോകത്തും ഭൂലോകത്തും പാതാള ലോകത്തുമുള്ള സകലരും മുട്ടുമക്കൾ മടക്കേണ്ടവനാണ്. അങ്ങനെ സകലരും ഈശോമിശിയുടെ നാമത്തിന് മുമ്പിൽ മുട്ടുകൾ മടക്കും. പക്ഷേ അതിനു മുമ്പ് നാണം കെട്ടൊരു മരണമായിരുന്നു. ദ മോസ്റ്റ് റിപ്പൾസീവ് ഓഫ് ഓൾ പണിഷ്മെന്റ്സ് എന്നാണ് കുരിശുമരണത്തെ സിസറോ വിശേഷിപ്പിച്ചത്. നിങ്ങളൊന്ന് കൈകൾ വിരിച്ച് ഇല്ലേ, ഞാനിങ്ങനെ കൊന്ത ചെല്ലുമ്പോൾ കൈകൾ വിരിച്ച് പിടിക്കും, കരുണക്കൊന്ത ചൊല്ലും കൈകൾ വിരിച്ച് പിടിക്കും. നമുക്ക് ഒരു രഹസ്യം കൊന്തയുടെ ഒരു രഹസ്യം ചൊല്ലുമ്പോൾ നമ്മൾ കൈ കഴച്ചു അല്ലേ. 2 രഹസ്യം കഷ്ടി, ചിലപ്പോഴൊക്കെ നമ്മൾ പ്രായശിത്തമായിട്ട് 3 ചെയ്യും, ചിലപ്പോൾ 5 ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു തനിച്ച് ചൊല്ലുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് കുരിശിലിങ്ങനെ കിടക്കുന്നു, ആണി അടിച്ചു കെട്ടി എന്നൊക്കെ പറഞ്ഞാലും ഈ കഴപ്പില്ലേ. മോശയുടെ കൈകൾ കഴിച്ചപ്പോൾ അഹ്റോനും പോലും പൊക്കി പിടിക്കുകയായിരുന്നു കൈകൾ. അപ്പോഴും ഈ കൈയുടെ കഴപ്പില്ലേ. പിന്നെ വളരെ വികൃതമായ രീതിയിലാണ് കർത്താവിനെ കുരിശിൽ ഏറ്റിയത്. നമ്മളിപ്പം ചിത്രീകരിക്കുന്ന പോലെയൊന്നും അല്ല. നമുക്കതൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത്, അത്രയും നാണം കെട്ട, അതായത് അടിമകൾക്കും വിദേശികൾക്കും മാത്രമായി സംവരണം ചെയ്തിരുന്നൊരു ഒരു വധശിക്ഷ രീതിയാണ് കുരിശ് മരണം. പക്ഷെ ആ കുരിശിൻ്റെ ആകൃതിയിൽ തന്നെ മരിക്കണമെന്ന് കർത്താവിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് പാതാളം തൊട്ട് സ്വർഗം വരെ ഈ ലംബമായ തടിയും, പിന്നെ ലോകത്തിന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ നിൽക്കുന്ന ഇതാണ് ഈ കുരിശ്. അത് ആ തരത്തിൽ തന്നെ മരിക്കണമായിരുന്നു. അല്ലാതെ കല്ലെറിഞ്ഞ് കൊന്നാലോ അല്ലെങ്കിൽ തലവെട്ടി കൊന്നാലോ ഈ പറഞ്ഞ കുരിശിൻ്റെ ഡയമെൻഷൻ, ചക്രവാളം കിട്ടില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, താൻ എപ്രകാരം മരിക്കാൻ ഇരിക്കുന്നുവെന്ന് ആ മരണം പോലും കർത്താവാണ് നിശ്ചയിച്ചത്, എങ്ങനെ മരിക്കണമെന്ന്. ഇവർ കൊല്ലുന്നറിയായിരുന്നു, പക്ഷെ എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിച്ചത് കർത്താവാണ്. അങ്ങനെ ഒരു മരണത്തിനോട് സാമ്യപ്പെട്ടാണ് ഞങ്ങൾ ഈ ആത്മീയ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം ഉയർപ്പ് ഞങ്ങളുടെ കയ്യിലാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്കാണ് കർത്താവ് വിജയം നൽകുക. അത് ആത്മീയ വിജയമാണ്, ഭൗതികമായ വിജയമല്ല. അതുകൊണ്ട് ഈ മണവാളനെ പണം കട്ടെടുക്കുന്നുവെന്ന് കോടതി വിധിച്ച മണവാളനെ പദവികൾ ദുരുപയോഗം എന്ന് പറഞ്ഞ ആ മണവാളനെ ഇറക്കി വിട്ടതും, പദവി ദുരുപയോഗം ചെയ്തു, കാനൻ ലോയുടെ ഗൗരവമായ ലംഘനം നടത്തിയെന്ന് പറഞ്ഞ പാമ്പ്ലാനി പിതാവ് അതോടൊപ്പം ഇറങ്ങിപ്പോയതും ആത്മീയ പോരാട്ടത്തിൽ പിശാച് ഇറങ്ങിപ്പോയത് പോലെയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്.
ആ ആത്മീയ പോരാട്ടം ഞങ്ങൾ തുറന്നു കൊണ്ടുപോകും. എത്ര പിശാചുക്കൾ വന്നാലും നമ്മുടെ കർത്താവ് ശംശിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.